السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതായി കാണാം: കുല്ലുൽ ആഫിയതി ഫിദ്ദിക്രി വത്വാഅ വകുല്ലുൽ ബലാഇ ഫിൽ ഗഫ്ലതി വൽ മുഖാലഫ വകുല്ലു ശിഫാഇ ഫിൽ ഇനാബതി വത്തൗബ. അദ്ദേഹം പറയാണ്, കുല്ലുൽ ആഫിയ, എല്ലാ ആഫിയത്തുകളും, ആഫിയത്ത് പറഞ്ഞ സൗഖ്യങ്ങൾ, എല്ലാ ആഫിയത്തും ഒരാൾക്ക് ലഭിക്കണോ? അതെന്തിലാണ് അയാൾക്ക് ലഭിക്കുക? ഫിദ്ദിക്രി വത്വാഅ, അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്നതിലൂടെയും അവനെ അനുസരിക്കുന്നതിലൂടെയും മാത്രമാണ് ഒരാളുടെ ജീവിതത്തിൽ അയാൾക്ക് സൗഖ്യം ലഭിച്ചു, അയാൾക്ക് ആഫിയത്ത് ലഭിച്ചു എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ കൃത്യമായി ഓർക്കാത്തവരാണെങ്കിൽ, അതുപോലെ തന്നെ അവനക്ക് ഇതാഅത്ത്, അവനക്ക് അനുസരണം ചെയ്യാത്തവരാണ് എങ്കിൽ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പല പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരമായിക്കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാലും നമ്മൾ നിരന്തരമായി അള്ളാഹുവിനെ ഓർക്കുന്നവരാണ് എങ്കിൽ, അള്ളാഹുവിന് ഇതാഅത്ത് ചെയ്യുന്നവരാണ് എങ്കിൽ, അനുസരിക്കുന്നവരാണ് എങ്കിൽ, ആ പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാൻ ഉതകുന്നതായ ഒരു മനസ്സ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. ആ ഒരു ആഫിയത്ത് നമുക്ക് ലഭിക്കണോ? അള്ളാഹുവിനെ സ്മരിക്കുന്നവരുടെ കൂട്ടത്തിലും അള്ളാഹുവിനെ അനുസരിക്കുന്നവരുടെ കൂട്ടത്തിലും നമ്മൾ ഉണ്ടാകേണ്ടതുണ്ട്. പിന്നീട് അദ്ദേഹം പറഞ്ഞത്, വകുല്ലുൽ ബലാഇ ഫിൽ ഗഫ്ലതി വൽ മുഖാലഫ, എല്ലാ പരീക്ഷണങ്ങളും ഒരു മനുഷ്യന് വന്നെത്തുന്നത് അയാളുടെ ഗഫ്ലത്ത് മൂലമാണ്, അയാളുടെ അശ്രദ്ധ മൂലമാണ്. അതുപോലെ തന്നെ അയാളുടെ മുഖാലഫത്ത്, അതായത് സുന്നത്തിനോട് എതിരാകുക എന്നുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളോട് എതിരാകുക എന്നുള്ള വിഷയത്തിലാണ് ഒരാൾക്ക് എല്ലാ പരീക്ഷണങ്ങളും അയാളുടെ ജീവിതത്തിൽ വന്നിറങ്ങുക എന്നുള്ളതാണ്. ഗഫ്ലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്രദ്ധ. നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? ചില തിന്മകളൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തു പോകുന്നുണ്ടാവും. നമ്മളതിനെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ ഒന്നും ചെയ്യൂല. നമ്മളത് നിത്യജീവിതത്തിൽ ചെയ്ത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ഓർക്കാനോ അതിൽ നിന്ന് മടങ്ങാനോ അതിനെക്കുറിച്ചിട്ട് ഒരു പുനർവിചിന്തനം നടത്താനോ ഒന്നും നമ്മൾ തയ്യാറാകാതെ ഒരു ഗഫ്ലത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എതിരാകുന്ന, അവൻ്റെ കൽപ്പനകളോട്, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനകളോട് എതിരാകുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൻ്റെയൊക്കെ അവസാനം എന്തായിരിക്കും? വലിയ പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമുക്ക് നൽകുന്നതായിരിക്കും. അതല്ലെങ്കിൽ ഏറ്റവും അഅ്ളമുൽ ബല, നാളെ ഖിയാമത്ത് നാളിൽ നമ്മളതിന് കണ്ടുമുട്ടുകയും ചെയ്യേണ്ടി വരും. എന്നിട്ട് അദ്ദേഹം മൂന്നാമത് പറയണം, വകുല്ലു ശിഫാഇ ഫിൽ ഇനാബതി വത്തൗബ, ഇതിൻ്റെയൊക്കെ ശമനം എന്ന് പറയുന്നത്, ഇതൊക്കെ ശിഫ ആകുക എന്ന് പറയുന്നത് ഫിൽ ഇനാബതി വത്തൗബതി, അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുന്നതിലൂടെയും അവനോട് തൗബ ചെയ്യുന്നതിലൂടെയും മാത്രമാണ് ഇതിന്നൊക്കെ ഒരു ശമനം ഒരാൾക്ക് ലഭിക്കുകയുള്ളൂ. ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടോ, എന്ത് പ്രയാസങ്ങളുണ്ടോ, പ്രതിസന്ധികളുണ്ടോ, അള്ളാഹുലേക്ക് മടങ്ങുക എന്നല്ലാതെ മറ്റേത് പരിഹാരങ്ങളുടെ പിറകിൽ നമ്മൾ പോയാലും അതൊന്നും യഥാർത്ഥമായിട്ടുള്ളൊരു പരിഹാരമായി നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. മറിച്ച് അള്ളാഹുലേക്ക് മടങ്ങുകയും അവനിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്യുകയും ചെയ്യുമ്പോൾ ആരും പറഞ്ഞു തരാതെ, ആരും പിന്നിൽ നിന്ന് കൂടാതെ തന്നെ നമ്മുടെ മനസ്സിന് നമുക്ക് ലഭിക്കുന്നൊരു ആശ്വാസമുണ്ട്. നമ്മൾ അള്ളാഹിനോട് മാത്രം പറഞ്ഞ്, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, ഇന്നമാ അശ്കു ബസ്തി വഹസ്നി ഇലല്ലാഹ്, ഞാൻ എൻ്റെ പ്രയാസങ്ങളും എൻ്റെ ദുഃഖങ്ങളും എല്ലാം ഞാൻ പങ്കുവെക്കുന്നത്, ഞാൻ അതെല്ലാം പരാതിയായി പറയുന്നത് അള്ളാഹുവിനോട് മാത്രമാണ് എന്ന്. വേറെ ആരോടും പരാതി പറയാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മളെല്ലാം തുറന്ന് പറഞ്ഞ് എല്ലാ നിലക്കും തൗബ ചെയ്ത് മടങ്ങുകയാണ് എങ്കിൽ നമ്മുടെ മനസ്സിന് അള്ളാഹു നൽകുന്ന ഒരു സ്ഥൈര്യമുണ്ട്, ഒരു ധൈര്യമുണ്ട്. അത് ഇനാബത്തിലൂടെയും തൗബയിലൂടെയും മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.